Hi, good morning, friends. It's me, Simon, YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Have a fantastic, positive day. ശ്രീ നല്ല മഴയാണ്. എക്സസൈസ് തുടങ്ങിയപ്പോൾ മഴ തുടങ്ങി. കുടയെടുത്ത് വീഡിയോ ചെയ്തേക്കുന്നത്. ഞാനീ പച്ചയായിട്ട് ഇതിങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്നറിയാം. Determination that leads us. വിട്ടുവീഴ്ചയില്ലാത്ത കണ്ടിന്യൂസ് ആയ തീരുമാനം, അതാണ് നമ്മളെ സക്സസ്സിലേക്ക് നയിക്കുന്നത്. ഞാൻ 3-4 വർഷമായിട്ട് ഈ ചാനൽ ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ പല കേസിലൊക്കെ പെട്ട് നിർത്തുപോകുന്നു, കോൺട്രാവേഴ്സി വരുന്നു, പ്രശസ്തരാകുന്നു. ഞാനതൊന്നുമില്ല. 3-4 വർഷം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ കയറുന്നവർക്കറിയാം, ധാരാളം വീഡിയോസ് അതിൽ കിടക്കുന്നത്, അപ്ലോഡിങ് വീഡിയോസ്. അതുപോലെ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ ഞാനതിൽ അഹങ്കരിക്കുന്നു. എൻ്റെ ശബ്ദത്തിലോ എൻ്റെ നോട്ടത്തിലോ അതുമല്ലോ ഉണ്ട്. പക്ഷെ എവിടെ ചെന്നാലും നമുക്കൊരു സീറ്റുണ്ട്. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ 10 പേരെങ്കിലും നമ്മൾ ചോദിക്കും ചാനലിനെ പറ്റി. എന്ത് സന്തോഷം! അതാണ് എൻ്റെ വിജയവും. അപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സമൂഹം പെട്ടെന്ന് മാറിപ്പോവുക അല്ലേ. ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പീപ്പിൾ, സ്റ്റുഡൻസ്, വേർഡ്സ് ആൻഡ് എവരി വൺ ആർ ടോട്ടലി ചേഞ്ചിങ് സ്പീഡിലി. വി മസ്റ്റ് സീ ദാറ്റ് ആൻഡ് ആൾസോ ഒബ്സർവ് ദാറ്റ്. സീ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. ഫാമിലിയിൽ എല്ലാം തകിടം മറിയല്ലേ. 13 വയസ്സുള്ള ഒരു മോള് എൻ്റെ ഗ്രാൻഡ് പായെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുക എന്ന് മാത്രമല്ല, അയാളെ കൊല്ലുന്ന എനിക്ക് കാണണമെന്ന് പറയാം. അതായത് ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ആണോ? അല്ല, എങ്ങനെ സാധിക്കും അല്ലേ. രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പം കണ്ടത് ഒരു സ്കൂൾ പ്രിൻസിപ്പലിനെ കുട്ടികൾ കുത്തിക്കൊന്നു. കാരണങ്ങളൊക്കെ വളരെ ചെറുതാണ്, നമുക്ക് ചിരി വരും, പക്ഷേ സംഭവിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച തന്നെ 2-3 മാതാപിതാക്കളെ കുട്ടികൾ ആക്രമിച്ച് കൊന്നു. നാം മനസ്സിലാക്കണമെന്നൊരു കാര്യം, കുട്ടികളെല്ലാം മോശക്കാരായിട്ടല്ല, അവർ ഉപയോഗിക്കുന്ന അല്ലെ ഫോഴ്സ്ഫുള്ളിയോ ട്രിക്കിലോ അവരെ വീഴ്ത്തുന്ന നമ്മുടെ ഈ മയക്കുമരുന്ന് ലോബികളാണ് കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. മയക്കുമരുന്നിന് അടിമയാകുന്ന കുട്ടികൾ, ഹലോ, ഗുഡ് മോർണിംഗ്. കുട്ടികൾ അവരവരുടെ ആ പ്രജ്ഞ അങ്ങ് നശിച്ചു പോവുക. അവർക്ക് അപ്പനാണെന്നോ അമ്മയാണെന്നോ ആങ്ങളെയാണെന്നോ പെങ്ങളാണെന്നുള്ള വിചാരം പോവുക. അതാണ് ഈ സംഭവം. അപ്പം ഓപ്പറേഷൻ തുഫാൻ താമസിച്ചു പോയോ എന്നെനിക്ക് തോന്നുകയാണ്. എന്തായാലും ഗവൺമെൻറ്റിന് എല്ലാ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനിയും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ആ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മയക്കുമരുന്ന് ഇപ്പം രസം വെച്ചാൽ അമേരിക്ക പോലെ രാജ്യങ്ങൾ, സമ്പന്ന രാജ്യങ്ങൾ പരിശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഇത്. ഈ മയക്കുമരുന്ന് ലോബിയെ സപ്രസ് ചെയ്യാൻ. നിങ്ങൾക്കറിയാമോ, 10 ഗ്രാമോ അതിൽ കൂടുതലോ MDMA കൈവച്ചാൽ 20 വർഷം തടവാണ് ശിക്ഷ. അത്ര കഠിന ശിക്ഷയാണ് ഇന്ത്യയിൽ പോലും ഉള്ളത്. മറ്റു രാജ്യത്തൊക്കെ ലൈഫ് ഇംപ്രസ്മെൻറ്റാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഗൂഢാലോചന നടത്തുകയോ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്ലസ് അനദർ 20 years. അപ്പം 40 years ജയിൽ വാസമാണ് അതിൻ്റെ ശിക്ഷ. പക്ഷേ എന്നിട്ടും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആളുകൾ വീഴുകയാണ്. അവർക്ക് കൂട്ടാളികളെ കിട്ടേണ്ടി വരുമ്പോൾ അവർ കൂട്ടുകാർക്ക് വെൽക്കം ഡ്രിങ്ക്, എവിടെയും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് തരുമ്പോൾ നമ്മൾ ആ ചൂടിൽ ചെല്ലുമ്പോൾ ആശ്വാസം കുടിക്കുമ്പോൾ
അതിൽ MDMA ഒക്കെ കലർത്തിയിട്ടുണ്ട്, നമ്മളറിയത്തില്ല, നമ്മൾ അഡിക്ഷനായി പോകും. പല കുട്ടികളെയും നമ്മൾ വിഷയങ്ങളിലൊക്കെ സംസാരിച്ച് വരുമ്പം അവരറിയാതെ ഇതിലേക്ക് വന്നവരാണ്. ഈ മയക്കുമരുന്നിൻ്റെ ഒരു പ്രശ്നം, അത് എന്തിൽ കലർത്തിയാലും അതിന് ഗന്ധമില്ല, അതിന് സ്വാദില്ല, പക്ഷെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ അറിയാതെയും പെട്ടുപോകുന്നുണ്ട്. അത് നന്നേ ചെറുപ്രായത്തിൽ, ഇപ്പോൾ 13 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് അവിടെ വല്യപ്പനെ കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ അവൾ എന്തുമാത്രം വളർന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഓപ്പറേഷൻ തുഫാൻ ഇത് ഇപ്പോൾ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും രീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള മുഖ്യമന്ത്രി, എനിക്ക് പറയാനുള്ളത്, എക്സൈസും പോലീസും ഫോറസ്റ്റും സംയുക്തമായി ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ KSCB, KSRTC, കേരള വാട്ടർ അതോറിറ്റി, അങ്ങനെ കേരള സിവിൽ സർവീസ്, ഇവരെല്ലാവരെയും ഒന്നിപ്പിക്കണം, മൊബിലൈസ് ചെയ്യണം. അതായത് ഇതൊരു നാടിൻ്റെ പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ നമ്മൾ അതിജീവിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും മുച്ചൂരി മുടിഞ്ഞു പോകുന്നുള്ള കാര്യം സകല ജനതകളെയും, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി മുതൽ ബസ് ഓടിക്കുന്ന ബസ് ഡ്രൈവർ മുതൽ മുതലാളി മുതൽ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടൊരു പുതിയ പദ്ധതി വരണം. തുഫാൻ 2 എന്നോ തുഫാൻ 3 എന്ന് ഇട്ടുള്ളൂ. അതുപോലെ ചാനലുകളുടെ മേധാവിമാരെ വിളിക്കണം ഗവൺമെൻറ്. അതുപോലെ തന്നെ ഈ ലയൺസ് ക്ലബ്ബ് പോലെ ക്ലബിൻ്റെ, അതായത് കേരളം മുഴുവൻ ഇതിനെതിരെ സടകുടഞ്ഞ് എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോനായിരിക്കും നിങ്ങൾക്കെതിരെ വരുന്നത്. ഓർത്തു, നിങ്ങളുടെ കൊച്ചുമോളായിരിക്കും വരുന്നത്. അത് ദൂരല്ല, അതിങ്ങ് അടുത്തെത്തി. ഈ വലിയ കോടീശ്വരനൊന്നുമല്ല മരിച്ചുപോയ ആൾ, പക്ഷേ ആ സ്ഥിതിയിൽ പോലും ഇതൊക്കെ ഉണ്ടാകാമെങ്കിൽ പണവും സ്വാധീനമുള്ള നമ്മുടെ വീട്ടിൽ എന്താ നടക്കാൻ മേലാതെ എന്തും നടക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ജനതയുടെ ആവശ്യമാണ്. കേരളത്തിലെ ആധുനികത വരുമ്പം അതിൻ്റെ പുറകെ വരുന്നൊരു സംഭവം ഇത്. നിങ്ങൾ ഓർത്തോണം, വിദേശത്തുനിന്നും സമ്പന്ന രാജ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും ഒത്തിരി നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ, അത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. മയക്കുമരുന്നും അതിൽ ദുരുപയോഗവും അതുപോലെ അഡൾട്ടറി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഇപ്പോൾ ആഫ്രിക്കൻ പായൽ അതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ട് ഏതോ ഒരു വിദേശ വനിത ആ ഭംഗി ഇന്ത്യക്ക് തന്നതാണ് ആഫ്രിക്കൻ പായലായിട്ട് ഇവിടെ മുഴുവൻ മാറിയത്. നമ്മളെ ശ്രദ്ധിച്ചില്ല. പക്ഷെ അതിൽ നിന്നിപ്പം പുതിയ പ്രോഡക്റ്റൊക്കെ വരാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ആഫ്രിക്കൻ പായൽ ഇല്ലാതെ വരും. ഷോർട്ടേജ് ഓഫ് ആഫ്രിക്കൻ പായൽ എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നത്. കാരണം നൂതനമായ രീതിയിൽ അതിനൊക്കെ ഉപയോഗിക്കാനുള്ള പദ്ധതികളൊക്കെ വന്നു കഴിഞ്ഞു. ഓക്കെ, എനിഹൗ, കേരള ജനത അതിൻ്റെ ഉയർച്ചയിൽ, അതിൻ്റെ വളർച്ചയിൽ, സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികമായ വളർച്ചയിൽ തീർച്ചയായിട്ടും അഭിമാനം കൊള്ളണം, തലയുയർത്തി പിടിക്കണം, അഭിമാനത്തിൽ നിൽക്കണം. അതോടൊപ്പം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്ന മഹാവിപത്ത്, മയക്കുമരുന്നെന്ന വിപത്തിനെ തിരിച്ചറിയണം. അതിനകത്ത് ഒരാളെ മാറ്റി നിർത്തരുത്. പോലീസിൻ്റെ മാത്രം പണിയല്ല, എക്സൈസിൻ്റെ മാത്രം പണിയല്ല, ഫോറസ്റ്റിൻ്റെ മാത്രം പണിയല്ല, KSCBയുടെ മാത്രം പണിയല്ല, KSRTCയുടെ മാത്രം പണിയല്ല, കേരള വാട്ടർ അതോറിറ്റിയുടെ മാത്രം, അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം പണിയല്ല. പ്രത്യേകിച്ച് IAS തലത്തിലൊക്കെ വളരെ വലിയൊരു കോർഡിനേഷൻ ആവശ്യമുണ്ട്. കാരണം അവരെയൊക്കെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല, അതിന് മാറി നിൽക്കുക. പക്ഷെ അവരുടെ കൊച്ചുമക്കളെയൊക്കെ അടിച്ചു മാറ്റാൻ ഇവർ ശ്രമിക്കും. അതുകൊണ്ട് എല്ലാവരും, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം സർക്കാരിൻ്റെ ഈ പദ്ധതി രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാൻ പാടില്ല. ഇത് തച്ചുടയ്ക്കണം. നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ തൊടുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? എൻ്റെ കൊച്ചുമക്കളെ ഏതെങ്കിലും തരത്തിൽ ഒരുവൻ അല്ലേ നമ്മൾ വിടുവോ? നമ്മുടെ മുഴുവൻ ശക്തിയായിരിക്കും അവിടെ പ്രയോഗിക്കുന്നത് അല്ലേ. ഇനിയിപ്പം അവനെ മാത്രമല്ല, അവൻ്റെ തലമുറയെ പോലും നമ്മൾ വെച്ചേക്കുകയല്ലേ അല്ലേ.
അപ്പോൾ അത്തരത്തിൽ ഉണർന്ന് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മളെ കൊച്ചുമക്കളെയും കുടുംബത്തെയൊക്കെ സംരക്ഷിക്കണം. നമ്മുടെ മാതാപിതാക്കളെയും ഗ്രാൻഡ്മയൊക്കെ സംരക്ഷിക്കണം. പണം മാത്രമല്ല വലുത്, എപ്പോഴും ജോലി, എപ്പോഴും ഒരു 4 മണിക്കൂർ ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും ഡോളർ എൻ്റെ അക്കൗണ്ടിൽ വരുമെന്ന് വിചാരിക്കാതെ അത് മതി. 10, 50, 60 ലക്ഷമോ അല്ലെങ്കിൽ 10 കോടിയോ 15 കോടിയൊക്കെ ആകുമ്പോൾ വീണ്ടും ആർത്തി കൂടാതെ കുറച്ച് നേരം അവധിയെടുത്ത് കൊച്ചുമക്കളുടെ കൂടെയും അപ്പൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ ഇരിക്കണം. വർത്താനം പറയണം, അവരോട് സ്നേഹം പങ്കുവെക്കണം, കുടുംബം പിടിച്ചു നിർത്തണം. ആധുനിക ജീവിതചര്യ കണ്ടിട്ടുള്ള എനിക്ക് പൂർണ്ണമായും അറിയാം. അവരൊക്കെ ഡ്യൂട്ടി ബേസ്ഡാണ്. ഡ്യൂട്ടി ഇല്ലെങ്കിൽ നല്ല മനുഷ്യരാണ്. ഡ്യൂട്ടി ഉണ്ടെങ്കിലോ 7 ഡ്യൂട്ടിയാണെങ്കിൽ 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. 6:55 അവിടെ ചെന്നു. അപ്പോൾ ഗേറ്റ് തുറക്കുകയില്ല, കയറ്റത്തില്ല, പക്ഷെ അവിടെ നിൽക്കും. അതായത് ഡ്യൂട്ടി ഓറിയൻറ്റഡാണ് ഈ ആധുനിക. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന ആളുകളെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് സമയം കണ്ടെത്തണം, കുടുംബവുമായി ചിലവഴിക്കണം. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ, യാതൊരു സംശയമില്ല. ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്. സ്നേഹമില്ലാതെ വരുമ്പോൾ നമ്മൾ എല്ലാം ആദ്യം മാറ്റി വയ്ക്കുന്ന കുടുംബാന്തരീക്ഷം, കുട്ടികളെല്ലാം മാറ്റി വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ഡ്യൂട്ടി. വി മസ്റ്റ് അപ്പോയിൻറ്റ് certain persons. Sometimes it is a nurse, sometimes it is a home nurse, or otherwise we'll appoint some other persons. So you must see, we must build up our family ourselves. Okay, we must put more time for our family. We must spend more time with our kids, our grandparents, our family. Of course we need wealth, of course we need properties, everything. Okay, in the meantime we must keep up our family with us, unless otherwise it is a total waste for us. നമുക്ക് ധാരാളം സമ്പാദിച്ചു. എനിക്കറിയാം ഒത്തിരി പേര് ഇങ്ങനെ കുത്തിയിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അക്കൗണ്ടിൽ പണമുണ്ട്, മുന്തിയ വാഹനമുണ്ട്, കൊച്ചുമകനോ അല്ലെ കൊച്ചുമകളോ ആക്സിഡൻറ്റിൽ മരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ട് അകത്ത് പോകുന്നു, ജയിലിൽ പോകുന്നു. ആ കരച്ചിലുണ്ടല്ലോ, അത് കരയാതിരിക്കണമെങ്കിൽ യു മസ്റ്റ് ഫൈൻഡ് ഔട്ട് spare some time for family. You must live with them, sing with them, dance with them, and lead with them to some good places. Even പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാൻ പോവുക, പള്ളികളിൽ പോവുക, നല്ല ഹോട്ടലുകളിൽ പോവുക. ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നില്ലേ, അത്രയും തന്നെ വിലയുണ്ട്. ഫാമിലിയായിട്ട് തൻ്റെ വല്യപ്പനും വല്യമ്മയും കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഹോട്ടലിൽ പോയി ഒരു ഭക്ഷണം കഴിക്കുക. വലിയ കൂടിയ ഭക്ഷണം, ഒരു മസാല ദോശയെങ്കിലും മേടിച്ച് അത് ചിരിച്ച് കളിച്ച് കഴിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം സുദൃഢമാവുകയാണ്. അത് മറന്നു പോരുത്. ഇപ്പോൾ എനിക്കറിയാം, ഞാനിപ്പോൾ പല രാജ്യങ്ങളിലും പോയി കാണുന്നുണ്ട്, പലയിടത്തും കാണുന്നു. അവിടെ ഒന്നും ഇതില്ല. അവരെല്ലാം പാർട്ടി വെക്കുക, ബർത്ത്ഡേ ഉണ്ടോ ബർത്ത്ഡേ പാർട്ടി, അങ്ങനെ അല്ലാതെ അവർക്ക് ഫാമിലിയെ സ്നേഹിച്ച് സ്വന്തം ഭാര്യയുടെ കവിളത്തൊരു തിണർപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയാത്ത ഭർത്താവ്, തൻ്റെ ഭർത്താവിൻ്റെ മുട്ടിന് മുകളിൽ തുടയിൽ ഒരു ചെറിയ പാട് കണ്ടിട്ട് അത് മനസ്സിലാക്കാത്ത ഭാര്യ, ഇവർക്കതൊന്നും നേരെയില്ല. അവരെല്ലാം എന്താ ഡ്യൂട്ടി. ദാറ്റ് മീൻസ് ഡ്യൂട്ടി മീൻസ് ഡോളർ, പൗണ്ട്, റുപ്പീസ്. They only take care of such things, no? We must keep our family along with our progress. നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടാകണം. നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ മക്കൾ കൂടെ ഉണ്ടാകണം. നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് കൂടെ ഉണ്ടാകണം. ഇതൊരു ശക്തമായ ഒരു കോട്ടയാണ്. ഈ കോട്ടയിൽ ഒരു വിള്ളൽ വീണാൽ നമ്മൾ അപകടത്തിൽപ്പെടും. പൊട്ടിക്കരഞ്ഞിട്ടോ ഞെട്ടിത്തിരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇല്ല ഇംഗ്ലീഷ് സ്റ്റൈലിൽ ലോസ്റ്റ് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ലോസ് ആകാതിരിക്കണമെങ്കിൽ വാട്ട് വിൽ വി ഡു? We must keep our family along with our thoughts, thinkings, everything, every moment. They are all with us. See, സ്നേഹമാണ് നമ്മളെ നയിക്കേണ്ടത്. ഒരിക്കലേ ഒത്തിരി അനുഭവങ്ങളുള്ളൊരു ഗവൺമെൻറ് ഓഫീസറല്ലേ, പലതരത്തിൽ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അപ്പം ഒരിക്കലേ ഞാൻ ഓഫീസിലിരിക്കുമ്പം ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് അവരിങ്ങനെ ചിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഒരു നല്ല മാന്യമായൊരു സ്ത്രീയാണ്. അറൗണ്ട്
50 to 55 years. കുറേ ആയപ്പോൾ ഞാൻ ബെല്ലടിച്ചു, പ്യൂണ് വന്നു. ഞാൻ പറഞ്ഞു എന്താണ് മാഡം അവിടെ ഇരിക്കുന്നത്, കുറച്ച് നേരമല്ലേ അവിടെ ഇരിക്കുന്നു. ഷീസ് വെയിറ്റിംഗ് ഫോർ ഹെർ സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞു ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ്? വിളിക്കാൻ പറഞ്ഞു, സെക്ഷനെ വിളിക്കാം. ഉടനെ സെക്ഷനുകളൊക്കെ സുന്ദരിയായി പങ്കുവച്ച സീന ഓടി വന്നു. സാറേ ഞാൻ ചെയ്താളൂ, സാറേ എന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുക, അവർ വെച്ചുത്തരെന്ന് വന്നതാണ്, അത് ഞാൻ വേഗം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ആ മാഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രാവിലെ അതിലോട്ട് ഇരിക്കുന്നതാണല്ലോ, നിങ്ങൾ പോയി കാപ്പിയോ ചായയോ എല്ലാം പിടിച്ചിട്ട് വാ, ഞാൻ അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, വേഗം തരാം. ഓ 1 മണിയായി, 1:30 അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിപ്പോകുമ്പോഴും ഞാൻ അന്നേരം അവരോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് വാ. തിരിച്ചു വരുമ്പോഴും അവരോട് ഇരിപ്പുണ്ട്. നല്ല സുസ്മേരം, അതിന് എന്നെ കാണുമ്പോൾ ചാടി ചെയ്യുന്ന ബഹുമാനമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിച്ചോ? ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മുള പൊട്ടി. ഞാൻ ചോദിച്ചു എന്താ കഴിക്കാൻ? അപ്പോൾ സാറേ ഞാൻ വെച്ചിച്ചെറിയെന്ന് വരുക, എൻ്റെ വണ്ടിക്കൂലിയുടെ കൂടെ 50 രൂപ ഉള്ളായിരുന്നു, ഇവിടെ വന്ന് 10-70 രൂപ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഞാനിപ്പം എരുമയിൽ ഇറങ്ങിയിട്ട് നടന്നു പോകണം, അപ്പം ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫ്രാങ്കായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ശരി, കം വിത്ത് മീ. എൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി. ഞാൻ അന്നേരം എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു ഒരാളെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വിടണമെന്ന്. ഓ ഞാൻ പറയും മാഡം ചെല്ലാം, ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു തിരിച്ചു അവിടെയിരിക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്കൊരു താല്പര്യം വന്നു പറഞ്ഞാൽ പിന്നെ എൻ്റെ സ്റ്റാഫ് എന്നേക്കാൾ താല്പര്യം. ഒരു 2 മണിയുടെ അടുത്ത് എല്ലാം ശരിയാക്കിക്കൊണ്ട് വന്നു, സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു ശരി റെഡി ആയിട്ടുണ്ട് മാഡം, കൊടുത്തു. ഞാനൊരു കുറച്ച് രൂപയും കൂടെ കൊടുത്തു, അവരത് വാങ്ങിച്ചു, അവരതും കൊണ്ട് പോയി. ഇന്നും ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഞാൻ ആ സ്ത്രീ അതിന് മുമ്പ് കണ്ടിട്ടില്ല, പിന്നീടും കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ പ്രവർത്തികളിലെല്ലാം ഒരു വിജയം അന്ന് തൊട്ട് തുടങ്ങിയത്. ഇന്നും ഞാൻ എവിടെ ചെന്ന് കൈവച്ചാലും അത് വിജയിക്കല്ലാതെ പരാജയപ്പെടത്തില്ല. നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരു കണികയാണ് അത്, 100 ആയിട്ട് വർദ്ധിക്കും. അപ്പോൾ സ്നേഹമാണ് നമുക്ക് വേണ്ടത്, സാഹോദര്യമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കൊച്ചുകുട്ടികളെ കൂടുതൽ സ്നേഹിക്കണം, അവരുടെ നോട്ടം നടപ്പ് എല്ലാം ശ്രദ്ധിക്കണം. അവരറിഞ്ഞുകൊണ്ടല്ല, അവരെ ചതിക്കും. ഒരു ചോക്ലേറ്റ് കൂട്ടുകാരി കൊടുത്താൽ അവൾ തിന്നും, നീ അത് തിന്നാൻ പാടില്ല, ലഹരിയുള്ള ചോക്ലേറ്റ് വരും, അത് വാങ്ങിച്ചിട്ട് വേസ്റ്റ് ബിന്നിൽ കളയാൻ പറയണം. കഴിക്കരുത്, നിൻ്റെ അപ്പനും അമ്മയും മേടിച്ചിരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഇപ്പം എല്ലാ തരത്തിലും കൊച്ചുകുട്ടികൾ, പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ആൻഡ് ബിലോ കുട്ടികളെയാണ് കൂടുതൽ ശ്രമിക്കുന്നത്. റിച്ച് കുട്ടികളെന്ന് പറയുമ്പോൾ അവരിതിനൊന്നും വഴങ്ങത്തില്ല. അതിൻ്റെ ഒരു അവരുടെ വീട്ടിൽ നിന്നുള്ള കുറേ ശിക്ഷണം കിട്ടുന്നു. നമ്മൾ സാധാരണക്കാരുടെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണം, അവരെ വീഴിക്കാൻ എളുപ്പമുണ്ട്. അവർക്ക് പലപ്പോഴും ഈ കളറുള്ള ചോക്ലേറ്റും ഒക്കെ അപ്രാപ്യമായിരിക്കും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം, ഗവൺമെൻറ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. എന്തായാലും കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു, സ്കൂളിൽ സിലബസിൽ ഈ മയക്കുമരുന്നും അനുബന്ധ കാര്യങ്ങളും അത് തീർച്ചയായിട്ടും കൊടുക്കണം കുട്ടികൾക്ക്. ഒരു LKG തൊട്ട് തന്നെ പറയണം, ആവശ്യമില്ലാത്ത കൂടുതൽ സ്നേഹം, അതുപോലെ ടച്ച്, ബാഡ് ടച്ച് അത് പഠിപ്പിച്ചു കൊടുക്കണം. അതായത് ഒരു കുഞ്ഞ് 18 വയസ്സാകുമ്പോൾ എല്ലാ രീതിയിലും ഒരു പൂച്ചക്കുട്ടിയെ പോലെ ആകണം. എങ്ങനെ പൂച്ചക്കുട്ടി? പൂച്ച ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരാഴ്ച പാല് കൊടുക്കും, അത് കഴിഞ്ഞോ 2ാമത്തെ ആഴ്ച പാല് കുടിക്കാൻ വരുമ്പം അതൊരു തട്ട് കൊടുക്കും. ഈ പൂച്ചക്കുഞ്ഞ് കറങ്ങി തിരിഞ്ഞ് പോയിട്ട് വീണ്ടും വരും. അതായത് അവന് മനസ്സിലാവും ബ്രസ്റ്റ് ഫീഡിങ് ഈസ് നോട്ട് ആൻ ഈസി ഡൂയിങ്. പഠിപ്പിക്കുക, അങ്ങനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലായി അമ്മ പഴയ പോലല്ല. 2 ആഴ്ച കഴിയുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്കേ പാല് കൊടുക്കുകയുള്ളൂ, ഒരു തട്ട് കൊടുക്കും. പിന്നെ അവന് ട്രെയിനിങ്ങൊക്കെ കൊടുക്കും, കളിക്കാൻ, ബോറടി മാറ്റാനൊക്കെ പഠിപ്പിക്കും, ഹണ്ടിങ്ങൊക്കെ പഠിപ്പിക്കും. പക്ഷേ പാല് കൊടുക്കുന്ന റെസ്ട്രിക്റ്റ് ചെയ്യും. ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പം ഒറ്റത്തൊഴിയുക, എപ്പോൾ കണ്ടാലും തൊഴിയും. അപ്പോൾ അവനെ അമ്മയുടെ ഇതങ്ങ് മാറും, കൂട്ടുകാരെ കണ്ടെത്താൻ ശ്രമിക്കും.
അവനവൻ്റെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ 18 വയസ്സാകുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാവുന്ന രീതിയിൽ ബുദ്ധിയും ബോധവും അറിവും വിജ്ഞാനവും ശാരീരികമായ അറിവ്, ഇപ്പം നീന്തൽ പഠിപ്പിക്കണം നമ്മൾ പറയുമല്ലോ, കുഞ്ഞിലെ നീന്തൽ പഠിപ്പിക്കണം, അതുപോലെ സ്കേറ്റിംഗ് ഒക്കെ പഠിപ്പിക്കണം, ആകെ അഡ്വഞ്ചറസ് ഒക്കെ പഠിപ്പിക്കണം, പിന്നെ കരാട്ടെ കുംഫു കളരി ഏതെങ്കിലും ഒന്ന് പഠിപ്പിക്കണം, ഡ്രൈവിങ് പഠിപ്പിക്കുക. ഇതൊക്കെ ഗവൺമെൻറ് ചുമതലയാണ്. ഗവൺമെൻറ് മസ്റ്റ് ഡൂ ഇറ്റ്. എങ്കിലേ എല്ലാവർക്കും കിട്ടത്തുള്ളൂ. അല്ല റിച്ച് പീപ്പിൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. കുഞ്ഞിറങ്ങുമ്പോൾ ഒരു മാർഷ്യൽ ആർട്സിൽ അവൻ വിദഗ്ധനായിരിക്കും, കരാട്ടെയോ കുംഫുവോ കളരിയോ. അതുപോലെ തന്നെ അവന് ഡ്രൈവിംഗ് പഠിപ്പിച്ച് വേണം. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കാർ ഓടിക്കാൻ പഠിപ്പിച്ചാൽ പോരാ. സ്കൂട്ടർ, കാറ്, ടിപ്പർ, ഹെവി വെഹിക്കിൾസ് എല്ലാം അടങ്ങുന്ന ഒരു ശൃംഖല. അതിന് ഗവൺമെൻറ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് കൊടുക്കണം. ഒരു ഹയർ സെക്കൻഡറി കഴിയുന്ന കുട്ടി, നമ്മളൊക്കെ പുച്ഛിച്ച് പറയാറുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ഹയർ സെക്കൻഡറി വരെ കമ്പൽസറി ഉള്ളൂ. പിന്നെ കുട്ടികൾ അതീവ താല്പര്യമുള്ളവർ മാത്രമേ പഠിക്കുന്നുള്ളൂ, പ്രൊഫഷണൽസ് ആകുന്നുള്ളൂ എന്ന് പറയും. സത്യമാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ എല്ലാവരും പഠിക്കും. അവിടെ അങ്ങനെയല്ല. അപ്പം പക്ഷേ ആ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഹയർ സെക്കൻഡറിയാണ്. വാലിഡ് ലൈസൻസൊക്കെ ആയിട്ട് അവർ ഇറങ്ങി വരുന്നത്. കരാട്ടെ കുംഫു ഒക്കെ പഠിച്ചാണ് ഇറങ്ങി വരുന്നത്. അവർ നീന്തൽ വിദഗ്ധരായിരിക്കും. അവർ മാർഷ്യൽ ആർട്സിൽ മാത്രമല്ല, അതുപോലെ ഈ അഡ്വഞ്ചറസ് കാര്യങ്ങൾ, അതുപോലെ നന്നായിട്ട് ഡാൻസ്, ഈ സാമ്പാ ഡാൻസ് ഒക്കെ പഠിപ്പിക്കും. എവിടെ പോയാലും അവൻ തോൽക്കരുത്. നമ്മൾ പറയും ഒരു വിദേശികൾ അവനൊരു പെയിൻറ്ററാണ്. അവനൊരു പെയിൻറ്ററാണ്, അവനതിൽ വിദഗ്ധനാണ്, നൈപുണ്യമുള്ളവനാണ്. അവനൊരു മെക്കാനിക്കാണ്, 1.5 മെക്കാനിക്കാണ്. പക്ഷെ അവൻ്റെ ഹയർ സെക്കൻഡറി വരെയുള്ള പഠനം അവനെ അതുപോലെ വാർത്തെടുത്തിരിക്കുന്നത്. അവൻ ഒരിടത്ത് പോയാലും തോക്കത്തില്ല. നമ്മുടെ സ്കൂൾ രീതികളും അങ്ങനെ മാറണം. നമ്മൾ പറയുന്ന പോലെ നേട്ടങ്ങൾ മാത്രമല്ല ഈ ആധുനികതയുടെ പരിപ്രയം, അതിൽ കോട്ടങ്ങളുമുണ്ട്. ഓർത്ത് നോക്കിയ 13 വയസ്സുള്ളൊരു കുട്ടി തൻ്റെ വല്യപ്പനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ട് അവൾ പറയുന്നു, എനിക്ക് കാണണം, അവൻ മരിക്കുന്നത് എനിക്ക് കാണണം എന്ന് വെച്ചാൽ അവൻ്റെ അവിടെ മനസ്സിലെ വെറുപ്പ്, ഈ മയക്കുമരുന്നുണ്ടാക്കിയ വെറുപ്പ് എത്ര ശക്തമാണെന്ന് ഓർത്താണ്. അപ്പോൾ അതിനെ നമുക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. സ്നേഹിക്കുക. You must spare more and more time with your family and your children and your grandparents. You must love your grandparents too. See, just like your words, your grandparents are also valid. ഈ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും ഒരുപക്ഷെ നിൻ്റെ ഫാമിലിയുടെ കോട്ട. അവരെ സ്നേഹിക്കണം. അവർക്ക് നിങ്ങൾ ഒത്തിരി ഒന്നും വാരിക്കോരി കൊടുക്കണ്ട. ഒരു ഹലോ ഡാഡി, ഹലോ മമ്മി, ഹായ് ഗ്രാൻഡാ, ഒറ്റ വിളി മതി ആ ഹൃദയം നിറയാൻ. കാരണം അവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചവരാണ്. അവരുടെ കയ്യിൽ പണമുണ്ട്, അവരുടെ കയ്യിൽ അറിവുണ്ട്, അവരുടെ കയ്യിൽ നൈപുണ്യമുണ്ട്. നീ അതിനെ ഒന്ന് പോളിഷ് ചെയ്താൽ മതി. നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ ഗ്രാൻഡ് പേരൻറ്റിനെ സ്നേഹിക്കണം. അപ്പം ഓട്ടോമാറ്റിക്കലി അതൊരു കോട്ടയാകും. ആ കോട്ടയെ ബ്രേക്ക് ചെയ്യാൻ ഒരു മാഫിയയ്ക്കും കഴിയില്ല. അങ്ങനെ വന്നാൽ നമ്മളെപ്പോലുള്ള ഒത്തിരി പേര് നമ്മുടെ കൂടെയുണ്ട്. ആ വലിയ കോട്ടയിൽ നമ്മളെ ഇവന്മാരെ അടിച്ചോടിക്കും, അടിച്ച് ചതയ്ക്കും. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നാമതൊരു ഗവൺമെൻറ്, കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിരുന്ന ഗവൺമെൻറ്, അതിന് പിന്തുടർച്ചയായിട്ട് വന്ന ഗവൺമെൻറ്റും അങ്ങനെ തന്നെ പെരുമാറും. അപ്പോൾ അതിനെ നമുക്ക് ശ്ലാഘിക്കാം, ഓമനിക്കാം, കൂടെ കൂട്ടാം. എന്തായാലും നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സൈനിങ് ഓഫ്. ഐ ആം സൈമൺ സൈനിങ് ഓഫ് ഫ്രം യു. ഹായ് ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഇനിയും ലോകം അവസാനിച്ചിട്ടില്ല, ഇനിയും ജീവിതം അവസാനിച്ചിട്ടില്ല. ഇനിയും ഒരു നല്ല നാൾ നമ്മുടെ മുമ്പിലുണ്ട്. പരസ്പരം കൈകോർത്ത് പിടിക്കാം, സ്നേഹിക്കാം, ആദരിക്കാം. ഈ മയക്കുമരുന്ന് ലോബി അടക്കം, നമ്മുടെ കുട്ടികളിൽ വന്നിരിക്കുന്ന തെറ്റായ വാസനകളടക്കം നമുക്ക് തൂത്ത് തുടച്ച് പുറത്താക്കേണ്ടതുണ്ട്. ഓൾ ദ ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.